ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കാൻ പോവാണ്. ചെമ്പ പുട്ടും മസാലക്കറി ഇഷ്ടുകറിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് കാണിക്കാം കേട്ടോ. കുക്കറിൽ ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത്. ഇങ്ങനെ വെച്ച് ഇപ്പോഴാണ് ഇത് ഇരിക്കാൻ ഒത്തിരി പാടാണ്. അപ്പം അങ്ങനെ ഇനി നമുക്ക് ചെമ്പാപ്പൂട്ട് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പുറത്ത് മുട്ടപ്പുഴ ഞാനത് വെച്ചു. ഞാൻ കൂട്ടാൻ കാച്ചിയതായിരുന്നു മസാലക്കറി. എന്നിട്ട് അത് ഇങ്ങനെ ആക്കി വെച്ചു. പിന്നെ ഞാൻ സിനിമയും കേൾക്കുന്നുണ്ട്. സിനിമയും കണ്ടുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ദിലീപിൻ്റെ ഒരു പടമല്ലേ, ജോസൂട്ടി എന്നൊക്കെ പറയണ്ട പടത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ സിനിമ ഫുള്ള് കണ്ടു തുടങ്ങി. അപ്പോൾ അങ്ങനെ ദിലീപും പിന്നെ നയൻതാര ലാസ്റ്റ് വരുന്ന അത് എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ദിലീപിലെ നല്ല പടങ്ങളൊക്കെ കാണാറുണ്ട്. സൂര്യയിലാണ് കേട്ടോ. അപ്പം അത് കണ്ടുപിടിക്കാം. മഹാഭാരതം കഴിഞ്ഞതിന് ശേഷമാണ്, ഇപ്പോൾ സൺഡേ ആണല്ലോ, മഹാഭാരതം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഞാൻ വേറെ സ്പെഷ്യലാണെന്ന് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ പുട്ട് ചേട്ടന് കളിക്കാൻ പോയിരിക്കുകയാണ് ചേട്ടൻ. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുട്ടിൻ്റെ ഒരു ശബ്ദം ഇവിടെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വൺ വീക്കായിട്ടുള്ളൂ ഞാൻ ഡയറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പം നമുക്ക് രാവിലെ എന്തെങ്കിലും പുട്ട് എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെയാണ്. ഞാൻ വെജിറ്റബിൾസ് അധികം കഴിക്കാറില്ല, വല്ലപ്പോഴൊക്കെ കഴിക്കാറുള്ളൂ വെജിറ്റബിൾസ്. എനിക്ക് ഉള്ളിയും അങ്ങനെ എന്തെങ്കിലും ഇട്ടില്ല. അങ്ങനെ സാലഡ് രൂപത്തിൽ ഇതുവരെ ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഈ കഴിക്കുന്ന എൻ്റെ ഫുഡിൻ്റെ ഒപ്പം എന്ന് വെച്ചാൽ ഞാൻ എന്നും ചോറുണ്ടുള്ള ഒരു ശീലമുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ആ ശീലത്തിൽ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് മാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഭക്ഷണം എടുത്തിട്ട് അതിൻ്റെ കൂടെ കഴിക്കാവുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമാണ്. ഫ്രൂട്ട്സ് വൈകിട്ടാണ് മിക്കവാറും, രാവിലെയും വൈകിട്ടും മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് ഞാൻ എന്തെങ്കിലും വെജിറ്റബിൾസ് ഇതുപോലെ ഉള്ളിയും എന്തെങ്കിലുമൊക്കെ ക്യാരറ്റ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ഒക്കെ കഴിക്കൂട്ടോ, ചിലപ്പോഴൊക്കെ കഴിക്കുന്നുള്ളൂ. പിന്നെ കഴിയുന്നതും നമ്മളിപ്പോൾ സാധാരണ എന്തെങ്കിലും ഒരു ചാറ് കൂട്ടാനും പരിപ്പ് കൂട്ടാനും എന്തായാലും ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പരിപ്പ് കറി ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ചീര കഴിക്കാനാണ് എനിക്ക് ഇത്തിരി മടി ഉണ്ടായിരുന്നത്. അപ്പോൾ ചീര ഞാൻ പരമാവധി ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ പരമാവധി ആഡ് ചെയ്തിട്ട് മിക്കവാറും ഒന്നരാടം ദിവസങ്ങളിൽ ഞാൻ ചീര കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വർഷങ്ങളായിട്ട് നമ്മൾ ശീലിച്ചു വന്ന ഒരു ചിട്ടേന്ന് പെട്ടെന്ന് നമുക്ക് മാറാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടേസ്റ്റും കാര്യം അരി എന്തായാലും മാറ്റി ഇനി ബാക്കിയുള്ള കാര്യം. അപ്പം ഇന്ന് ഞാൻ വെജ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 7:30 മണിക്കാണ് ഞാൻ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഒരു 7:30 ആ ഒരു സമയം ആവുന്നത് കഴിഞ്ഞിട്ട്, അപ്പോൾ ഒരു ഉച്ചയ്ക്കാണ് ഞാൻ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പുട്ടിന് ചേട്ടനുള്ള പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്കത് വൈകിട്ടത്തേക്ക് കഴിക്കുകയും കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ പരമാവധി ഫുഡ് കഴിക്കുക. അത് എത്ര നേരം നിൽക്കാം, 16 മണിക്കൂർ എന്തെങ്കിലും ആക്കണം, അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറെങ്കിലും കഴിയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുണ്ട് കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ ഞാൻ തടി കുറയ്ക്കാൻ വിചാരിക്കണേ. പിന്നെ എനിക്ക് തൈറോയിഡ് ഉള്ളത് ഹൈപ്പോ തൈറോയിഡിസ് ആണ്, 50 mcgയുടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് വർക്കൗട്ടും കൂടി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാനുള്ള പരിപാടികളാണ്. ഇപ്പം നടത്തം മാത്രമേ ഉള്ളൂ. നടത്തം വർഷങ്ങളായിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ വെറുതെ ലാമ്പി നടക്കുന്ന ഒരാളാണ്. എനിക്കിഷ്ടമാണ് നടക്കുക, വെറുതെ നടക്കുക, സിമ്പിളായിട്ട് നടക്കുക, അത് എനിക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പം അത് പോരാ, ചെറുതായിട്ടൊരു വർക്കൗട്ട്, ചെറിയൊരു വർക്കൗട്ട്. അപ്പം എയറോബിക്സ് ഡാൻസില്ലേ, അത് കളിക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ മുട്ടയും നമ്മുടെ പുട്ട് 5 മിനിറ്റായി. അപ്പോൾ പുട്ടിലേക്ക് പോവാം. അതിൻ്റെ ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കി ഇഷ്ടമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം അങ്ങോട്ട് പോവാം, കിച്ചണിലേക്ക് പോവാം.
ഇതാണ് കേട്ടോ ചെമ്പാപ്പുട്ട്. നല്ല അടിപൊളി ചെമ്പാപ്പുട്ട് റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ചെമ്പാപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് ചെമ്പാപ്പുട്ട്. പിന്നെ നല്ല പാൽക്കറിയാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് വെജിറ്റബിള് കോണും ഒക്കെ ആയിട്ട് ചേർത്തിട്ട് നല്ല അടിപൊളി പാൽക്കറി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ പുട്ടിനുള്ള കറി. പുട്ടിന് കടലയ്ക്ക് പകരം വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കടലയൊന്നും എടുത്തിട്ടില്ല കേട്ടോ പുട്ടിന്. പിന്നെ വെജിറ്റബിൾസും ഇതൊക്കെ കഴിക്കുന്നുണ്ടല്ലോ നമ്മൾ. വെജിറ്റബിൾ കറിയാണ് പുട്ടിനും ഏറ്റവും ബെസ്റ്റ്. എനിക്കുള്ള മീൻകറിയും പുട്ടൊക്കെ കൊടുത്തു. ഞാൻ ഫുഡൊക്കെ കഴിച്ചു വന്നു. ഇപ്പോൾ ഇവിടെ വെയിലൊക്കെ കണ്ടു. വെയിൽ കണ്ടപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ്. കുറച്ച് എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി ലേശം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. 10 ആയിട്ടോ. അപ്പം ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നിങ്ങളോട് വർത്താനം പറഞ്ഞ് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വന്നതാണ്. ചെടികളൊക്കെ മഴ കൂടുതലാവുമ്പോൾ ഈ തുളസിയൊക്കെ കുറച്ച് ഇങ്ങനെ ഇതായിട്ട് എന്താ പറയുക, ഉണങ്ങി ഇതൊക്കെ പോകുന്നുണ്ട്. ആ പൂക്കൾ പൊട്ടിക്കാത്ത കാരണം തോന്നുന്നുണ്ട് കേട്ടോ. തുളസിയുടെ പൂക്കൾ പൊട്ടിക്കാത്ത കാരണമാണ്. പിന്നെ കുറച്ചൊക്കെ മുളച്ച് വരുന്നുണ്ട്. ഈ പൂ വീണിട്ട് തുളസിയുടെ വിത്തൊക്കെ വീണിട്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല രസമാണ്. ഈ വെയിൽ കൊണ്ട് നടക്കാൻ നല്ല സുഖമാണ് ഇപ്പോൾ. പക്ഷെ ടാൻ അടിക്കുന്നത് അറിയില്ല. ഇങ്ങനെ വേണമെങ്കിലും ടാൻ അടിച്ച് റെഡിയാവും. ഒരു ടാനൊന്നൊരു പ്രശ്നമില്ല. കടലമാവും തൈരൊക്കെ കൂട്ടി അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ടാൻ അല്ലേ. എന്നാലും അത്യാവശ്യം ടാനൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് പുറത്തിറങ്ങി ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ ഒന്ന് മുറ്റത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നലെ ഞാൻ കുറച്ച് അപ്പുറത്തടിച്ചു ചെയ്തത്. ഇപ്പം ധാരാളം പഴുത്ത പ്ലാവില വീണ തന്നെ ഡെയിലി അടിക്കേണ്ടി വരികയാണ് കേട്ടോ. ഞാൻ ഈ സൈഡ് അടിച്ചതാണ്. ഇപ്പോൾ എന്നൊരു ഒറ്റമൈന വന്നിട്ട് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ പറയല്ലേ. പക്ഷേ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഒറ്റമൈനനെ കാണുന്നത് വളരെ നല്ലതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇരുമ്പാമ്പുളി ഇപ്പോൾ പൊട്ടിക്കാറില്ല. നമ്മൾ ഇരുമ്പാമ്പുളി പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്നൊന്നും ഇരുമ്പാമ്പുളി കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇരുമ്പാമ്പുളിയൊന്നും പൊട്ടിക്കുന്നില്ല. പിന്നെ കറികൾ മിക്കവാറും വേസ്റ്റ് ആവുകയാണ്. എനിക്ക് അങ്ങനെ കുറച്ച് കറിയായിട്ട് വെക്കും. ഉപ്പേരിയാണെങ്കിൽ ഓക്കെ, അത് കഴിഞ്ഞു പോകും. ചാറ് കറി എനിക്ക് അധികം താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനും കുറച്ച് ചാറാണ് എടുക്കുക. കഷ്ണങ്ങളോട് കൂടിയിട്ടുള്ള ചാറ് എടുക്കുക. അപ്പോൾ അത് കുറച്ച് കുറഞ്ഞു പോകും. പിന്നെ വേണ്ടോ ഇവിടെ വെള്ളം കെട്ടി നിന്നിട്ട് നല്ല രസമായിട്ടുണ്ട്. ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. അപ്പം അതും കൊതുകൊക്കെ വരുന്നുണ്ട്. ഇളക്കി ഇടും കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലും വേസ്റ്റൊക്കെ വീണട്ടെ. പിന്നെ താമര ഇതൊന്നും വെക്കാൻ പറ്റില്ല, അട്ടറുള്ള കാരണം. ഒന്നും മരങ്ങൾ ഇങ്ങനെ നിൽക്കണം, അത് രസമാണ്, ഭംഗിയാണ്. പക്ഷെ മരങ്ങൾ എനിക്ക് ചുഴലിക്കാറ്റൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. ഇടയ്ക്ക് ഒരു കാറ്റൊക്കെ വന്നപ്പോൾ ഇത്തിരി പേടിക്കലൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അതിനുശേഷം ഇത്തിരി പേടിയാണ്. ചുഴലിക്കാറ്റും കാര്യങ്ങളൊക്കെ പേടിയാണ്. എങ്ങനെ പോണടോ. എന്നാലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഐഡൻറ്റി പ്ലസ് ഓഫ് ഫാമിലിയുള്ള സൈനിങ് ഓഫ് ടാറ്റ. ബൈ ബൈ.